എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. വളരെ ബെറ്റർ സെൻറ്റിമെൻ്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഗ്ലോബൽ മാർക്കറ്റുകൾക്കെല്ലാം തന്നെ. അമേരിക്കൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ട് ഓൾ ടൈം ഹൈനടുത്താണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റും ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ള ബെറ്റർ സെൻറ്റിമെൻറ്റിലാണ്. ഒപ്പം കമോഡിറ്റികൾ, ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ അയൺ ഓർ ഒഴികെ മറ്റ് കമോഡിറ്റികളും ബെറ്റർ സെൻറ്റിമെൻറ്റിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് $2,542 പെർ ഔൺസിനാണ് ഡിസംബർ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് നമ്മൾ മുമ്പ് പോഡ്കാസ്റ്റുകളിൽ പ്രതിപാദിച്ച പോലെ തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷമുള്ള മൈനർ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. വീണ്ടും ഗോൾഡ് മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് നമ്മൾ ഗ്ലോബൽ എക്കണോമിക് ന്യൂസ് ഫ്ലോസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ജാക്സൺ ഹോൾ എക്കണോമിക് സിമ്പോസിയത്തിൽ US ഫെഡിൻ്റെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും US ഫെഡ് ഈ സെപ്റ്റംബർ 17-18 നടക്കുന്ന മീറ്റിങ്ങിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നുള്ള കാര്യം തീർച്ചയാണ്. അത് 0.25% ആണോ 0.5% ആണോ എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് അറിയാനുള്ളൂ. അതോടൊപ്പം തന്നെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് വീണ്ടും റേറ്റ് കട്ട് നടത്താനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഒരു വട്ടം അവർ റേറ്റ് കട്ട് നടത്തിയിട്ടുണ്ട് 0.25% നിരക്കിൽ. അപ്പോൾ ഗ്ലോബൽ സെൻട്രൽ ബാങ്കുകളും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള തീരുമാനങ്ങളൊക്കെ അടുത്ത മാസങ്ങളിലൊക്കെ എടുക്കാം. അപ്പോൾ ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്. US-ത്തെ ഈ റേറ്റ് കട്ടിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് US-ൽ മിഡ് ക്യാപ് സ്റ്റോക്കുകളിലൊക്കെ കാണാം. റസൽ 2000 ഇൻഡെക്സ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓവറോൾ ഒരു ഒപ്റ്റിമിസമാണ് അമേരിക്കൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഉള്ളത്. ഒരു നെഗറ്റീവ് റോഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഇഷ്യൂ ആണ്. ഇന്ന് മോർണിംഗിലും ഇസ്രായേൽ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വേഴ്സ്റ്റ് അറ്റാക്ക് ലെബനോണിലുള്ള ഹെസ്ബുള്ള കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെസ്ബുള്ള പറയുന്നത് 320 റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ്. അപ്പോൾ ഇത് ഒരു സീരിയസ് ഇഷ്യൂ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ മാർക്കറ്റുകൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഇഷ്യൂസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും കാണാൻ ചാൻസസ് ഇല്ല. മറിച്ച് ചെറിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഗോൾഡിലും ക്രൂഡ് ഓയിലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ധനകാര്യ വർഷത്തെ ആദ്യത്തെ ക്വാർട്ടറിലെ GDP ഡാറ്റ 30-ാം തീയതി വെള്ളിയാഴ്ച അനൗൺസ് ചെയ്യുകയാണ്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് 7.1%-നും 7.4%-ത്തിലുള്ളൊരു ഫിഗർ ആയിരിക്കും എന്നാണ്. അതിന് മുകളിലൊരു ഫിഗറാണ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും മാർക്കറ്റ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. വളരെ പോസിറ്റീവായിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്തേക്കാം. കഴിഞ്ഞ ധനകാര്യ വർഷം നമ്മുടെ GDP ഗ്രോത്ത് 8.2% ആയിരുന്നു. ആ ലെവലിലേക്കൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു റിയാക്ഷൻ നമുക്ക് മാർക്കറ്റിൽ കാണാം. നിഫ്റ്റിയും സെൻസസും ഒക്കെ പുതിയ റെക്കോർഡ് ഹൈ വീണ്ടും ഹിറ്റ് ചെയ്യാനായിട്ട് ഈ ന്യൂസ് ഇടയാക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അല്ലെങ്കിൽ തന്നെ ഗ്ലോബൽ മാർക്കറ്റുകൾ മുന്നേറുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെയാണ് കാണുന്നത്. കാരണം ഓഗസ്റ്റ് 1-ാം തീയതിയാണ് നിഫ്റ്റിയും സെൻസസും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തത്. നിഫ്റ്റി 25,078.78 അതുപോലെ തന്നെ സെൻസസ് 82,129 ഹിറ്റ് ചെയ്തിരുന്നത്. ആ ലെവലിലും അല്ലെങ്കിൽ അതും ക്രോസ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓഗസ്റ്റ് 30-ന് GDP ഡാറ്റ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിഫ്റ്റിയുടെയും സെൻസസിൻ്റെയും ഉള്ള ടാർഗറ്റ് വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള സെൻറ്റിമെൻറ്റ് തന്നെയാണ് മറ്റ് ഡൊമസ്റ്റിക് ന്യൂസ് ഫ്ലോസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പല ന്യൂസ് ഫ്ലോസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് തന്നെയൊക്കെയാണ്. ഒപ്പം ട്രെൻഡ്, ഭാരത് ഇലക്ട്രോണിക്സ്, ഈ രണ്ട് സ്റ്റോക്കുകളും നിഫ്റ്റിയിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. സെപ്റ്റംബർ 30 മുതലാണ് ഇഫക്റ്റീവ് ആവുന്നത്. ഈ രണ്ട് കമ്പനികളുടെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഫാബുലസ് ആയിട്ടുള്ള റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ കമ്പനികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ തന്നെയാണ് ട്രെൻഡും ഭാരത് ഇലക്ട്രോണിക്സും. ഒപ്പം ONGC
കൃഷ്ണ ഗോദാവരി ഫീൽഡിൽ അവർ ഒരു 13 വെല്ലുകളിൽ 3 വെല്ലുകളിൽ ഇതുവരെ പ്രൊഡക്ഷൻ ആരംഭിച്ചിരുന്നു. 4ാമത്തെ വെല്ലിലും പ്രൊഡക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. വളരെ സക്സസ്ഫുൾ ആണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ ONGCനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ സൊമാറ്റോ, നമ്മുടെ തന്നെ സ്ട്രോങ് റെക്കമെൻഡേഷൻസിലൊന്നാണ് സൊമാറ്റോ ലിമിറ്റഡ്. സൊമാറ്റോ വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണുള്ളത്. ഒപ്പം നമ്മുടെ ടാർജറ്റ് പ്രൈസും നമ്മൾ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പുതിയൊരു ഇനീഷ്യേറ്റീവും കൂടി സൊമാറ്റോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും 2 ദിവസത്തേക്ക് ഫുഡ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാം. ഇത് ഇനീഷ്യലി അവർ ബോംബെ, അതുപോലെ തന്നെ ഡൽഹി നാഷണൽ ക്യാപിറ്റൽ റീജിയൻ, മുംബൈ, അഹമ്മദാബാദ്, ചെന്നൈ, ലക്നോ, ജയ്പൂരൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1000 രൂപയ്ക്ക് മുകളിലുള്ള ഓർഡറുകൾക്കാണ് ഇപ്പോൾ. പക്ഷേ ഭാവിയിൽ ഇത് എല്ലാവർക്കും ഇത് അപ്ലിക്കബിൾ ആക്കുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു മൂവാണ് ഇത്. കാരണം ഹോട്ടലുകളെ സംബന്ധിച്ച് കൂടുതൽ സമയം കിട്ടുകയാണ്. ഒരു ദിവസത്തിന് മുമ്പ് ഓർഡർ കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്രിപ്പറേഷനൊക്കെ നടത്താം. അതേസമയം ധാരാളം ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നാച്ചുറലാണ്. ഇന്നോവേറ്റീവ് പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുന്നവരൊക്കെ ഉണ്ടാവാം. പക്ഷേ സൊമാറ്റോ വളരെ പോസിറ്റീവായിട്ടൊരു മൂവാണ് നടത്തിയിരിക്കുന്നത്. നമ്മുടെ സ്ട്രോങ് പിക്കുകളൊന്നാണ് സൊമാറ്റോ. പക്ഷേ ഒരു 4 ഡിജിറ്റ് ഫിഗറുകളിലേക്കൊക്കെ അടുത്തോ 1, 2, 3 വർഷത്തിനുള്ളിൽ ഉയരാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കും കൂടിയാണ്. അപ്പോൾ പോർട്ട്ഫോളിയോയിൽ ലോങ് ടൈം ക്ലയൻസിൻ്റെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ലോങ് ടൈം ഡിജിറ്റൽ അസറ്റാണ് ശരിക്കും സൊമാറ്റോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ്റെ റിയൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ട ഒരു കമ്പനിയാണ് സൊമാറ്റോ. അപ്പോൾ സ്ട്രോങ് പിക്കായിട്ട് നിങ്ങളെല്ലാവരുടെയും പോർട്ട്ഫോളിയോയിൽ സൊമാറ്റോ കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് ഇന്ത്യയിലെ കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളാണ്. ഗ്ലോബൽ MNCs ഒക്കെ ധാരാളം ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്റേഴ്സ് ലോഞ്ച് ചെയ്യാണ്. അവർ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഇന്ത്യയാണ്. ഹയസ്റ്റ് ഗ്രോത്താണ് നമ്മുടെ കമേഴ്ഷ്യൽ പ്രോപ്പർട്ടികൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് മേജറായിട്ട് ലഭിക്കാൻ പോകുന്ന ലിസ്റ്റഡ് എൻറ്റിറ്റികൾ എന്ന് പറയുന്നത് ഒന്ന് DLF, ഫിനിക്സ് മിൽസ്, ഇക്വിനോക്സ് ഇന്ത്യ ഡെവലപ്മെൻറ്റ് ലിമിറ്റഡൊക്കെയാണ്. ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് ലോങ് ടൈമിലേക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളാണ്. അതോടൊപ്പം തന്നെ റെസിഡൻഷ്യൽ പ്രൈസ് Q2 ഏറ്റവും കൂടിയിരിക്കുന്നത് മുംബൈയിലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൽഹിയിലും ബാംഗ്ലൂരൊക്കെയാണെന്നാണ് പറയുന്നത്. മുംബൈ ഗ്ലോബൽ ലെവലിൽ 44 സിറ്റികളുടെ ഒരു സർവേയിൽ മുംബൈ സെക്കൻഡ് പ്ലേസാണ്. മാനിലിയാണ് 26% ഫസ്റ്റ് നിൽക്കുന്നത്. സെക്കൻഡ് പ്ലേസ് മുംബൈയിലാണ് 13%. റെസിഡൻഷ്യൽ പ്രൈസസ് കയറിയിരിക്കുന്നത്. ഡൽഹിയിൽ 10.6%, ബാംഗ്ലൂർ 3.7%. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലത്തെ റിയൽ എസ്റ്റേറ്റ് കമ്പനികളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണിത്. കാരണം ഗ്ലോബൽ സർവേ ആണ്. അപ്പോൾ ഇന്ത്യയിലത്തെ റിയൽ എസ്റ്റേറ്റിൻ്റെ ബൂം നമ്മളിപ്പോൾ കാണുകയാണ്. പക്ഷേ ദുബായിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ബൂം ചെയ്തിരുന്ന ദുബായ് റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു. ദുബായിൽ പക്ഷേ പ്രൈസ് ഇൻക്രീസ് അല്ല, മറിച്ച് വളരെ ഒരു സ്ലഗ്ഗിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് ഇപ്പോൾ ദുബായിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ധാരാളം നമ്മുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ദുബായിലുണ്ട്. നമ്മുടെ ബിസിനസ്സുകാരൊക്കെ അവിടെയുണ്ട്. അവരുടെ അറിവിലേക്ക് ആയിട്ട് തന്നിട്ടുള്ളൊരു ന്യൂസാണ്. ഹയർ ലെവലിൽ നിന്ന് ഒരുപക്ഷെ ദുബായിലത്തെ റിയൽ എസ്റ്റേറ്റ് രംഗം ഒരു സ്റ്റാഗ്നേഷനിലേക്ക് മാറുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തും റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണിത്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് വെഡ്ഡിങ് സീസൺ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ഫെസ്റ്റിവൽ സീസൺസും ആരംഭിക്കുകയാണ്. ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഓഗസ്റ്റ് മാസത്തിൽ മാത്രം ജനങ്ങളുടെ ട്രാവലിൽ 20% ഇൻക്രീസ് വന്നിരിക്കുന്നത്. എയർലൈൻസ് ആയാലും വളരെ വളരെ ഹയസ്റ്റ് പെർസെൻറ്റേജ് ആണ് റീറ്റെയിൽ ട്രാവലേഴ്സിൻ്റെ എണ്ണത്തിലൊക്കെ ഇൻക്രീസ് കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇപ്പം നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ എന്നുള്ള
എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുന്നത് ട്രാവൽ റിലേറ്റഡ് സെക്ടറിലേക്കാണ്. എയർലൈൻസ്, അതുപോലെ തന്നെ ഹോട്ടൽസ്, അതുപോലെ തന്നെ ട്രാവൽ ഏജൻസികൾ, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളായിരിക്കാം അടുത്ത മാസങ്ങളിൽ നല്ല രീതിയിൽ മുന്നേറാൻ പോകുന്നത്. പ്രോഫിറ്റബിലിറ്റിയും ഇത്തരത്തിലുള്ള കമ്പനികളിൽ കൂടാൻ പോവുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എയർലൈൻ രംഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോപ്പിക്ക് ഇൻഡിഗോ ആണ്. കാരണം ഇൻഡിഗോ അപ്പോൾ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു മൂവും കൂടി നടത്തിയിരിക്കുകയാണ്. ഇതുവരെ ഇൻഡിഗോ റൺ ചെയ്തിരുന്നത് നോ ഫ്രിൽസ് എയർലൈൻ ആയിട്ടായിരുന്നു. ഓൺലി എക്കണോമി ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ബിസിനസ് ക്ലാസ്സും കൂടി ആഡ് ചെയ്തിരിക്കുകയാണ് അഫോർഡബിൾ പ്രൈസിൽ. തീർച്ചയായിട്ടും ഇത് വളരെ പ്രോമിസിങ് ആണ്. ഇപ്പോൾ 4700 ലെവലിലേക്കാണ് ഇൻഡിഗോ ട്രേഡ് ചെയ്യുന്നത്. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അടുത്ത 2-3 വർഷത്തിനുള്ള ഒരു 7000 റുപ്പീസ് എങ്കിലും ഇൻഡിഗോ സ്റ്റോക്ക് പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യാനുള്ള ചാൻസാണ് കാണുന്നത്. വളരെ പ്രോമിസിങ് ആണ്. ലിസ്റ്റഡ് സ്പേസിൽ നമുക്ക് റിലേ ചെയ്യാവുന്ന ഒരു എയർലൈൻ കമ്പനിയാണ് ഇൻഡിഗോ. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് എക്കണോമിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ വളരെ വളരെ പ്രോമിസിങ് തന്നെയാണ്. ഇന്ത്യൻ ഹോട്ടൽ തന്നെയാണ് മേജർ ബെനിഫിഷ്യറി. കാരണം ലക്ഷറി തൊട്ട് അഫോർഡബിൾ വരെയുള്ള എല്ലാ കാറ്റഗറിയിലേക്കും ഇറങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ ഹോട്ടൽസ്. അതുപോലെ തന്നെ ഹോം സ്റ്റേ അടക്കം ഇന്ത്യൻ ഹോട്ടൽസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി റെസ്റ്റോറൻറ്റ്സ് അക്രോസ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ നമ്മുടെ എല്ലാ സിറ്റികളിലും ഇന്ത്യൻ ഹോട്ടൽസിൻ്റെ റെസ്റ്റോറൻറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ്, പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്ത്യൻ ഹോട്ടൽസ് ഒരു ടോപ്പിക്കാണ് ഹോസ്പിറ്റാലിറ്റി രംഗത്തെ. അതുപോലെ തന്നെ ITC ഹോട്ടൽസ്, ITC ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് 100 ഷെയർ ഹോൾഡ് ചെയ്യണമെങ്കിൽ 10 ഷെയർ ഡീമർജ് ചെയ്യുമ്പോൾ ITC ഹോട്ടൽ കിട്ടും. അപ്പോൾ ITCനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ജൂനിപ്പർ ഹോട്ടൽസ്, അതുപോലെ തന്നെ അഡ്വാനി ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്, ലെമൺ ട്രീ ഹോട്ടൽസ്, മഹീന്ദ്ര ഹോളിഡേയ്സ് ആൻഡ് റിസോർട്ട്സ്, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള എല്ലാ കമ്പനികളെ സംബന്ധിച്ച് ന്യൂസ് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇക്സിഗോ ആണ്. തീർച്ചയായിട്ടും ലേറ്റ് റവന്യൂസ് ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ AI റിലേറ്റഡ് ടെക്നോളജി ട്രാവൽ കമ്പനിയാണ് അടുത്ത വർഷങ്ങളിൽ ഔട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പോർട്ട്ഫോളിയോയിൽ സൊമാറ്റോ പോലെ ഇക്സിഗോ കൂടി ബൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിട്ടേൺ കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ 168 രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ്. ഇഷ്യൂ പ്രൈസ് വന്നത് 93 രൂപയ്ക്കാണ് ഇഷ്യൂ പ്രൈസ് വന്നത്. അപ്പോൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിക്ഷേപിക്കുന്ന ഒരു ഡിജിറ്റൽ റിലേറ്റഡ് അസറ്റാണ് ഇക്സിഗോ. തീർച്ചയായിട്ടും നല്ല രീതിയിൽ റിട്ടേൺ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. റെയിൽവേ സ്റ്റോക്കുകളിലും ഡിഫൻസ് സ്റ്റോക്കുകളിലെല്ലാം തന്നെ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. ഹയർ ലെവലിൽ നിന്ന് താഴെ വന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വലിയ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് റെയിൽവേയിൽ വരുന്നത്. വന്ദേ ഭാരത് മെട്രോ വരുന്നു, വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ വരുന്നു, റെയിൽവേയുടെ പുതിയ ബിഡ്ഡിംഗ് വരുന്നു, വന്ദേ ഭാരത് ട്രെയിനുകളുടെ എണ്ണം കൂട്ടുന്നു. ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ ജൂപ്പിറ്റർ വാഗൺസും ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, അതുപോലെ തന്നെ BEMലൊക്കെ നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസ് ഉണ്ട്. ഒപ്പം ടെക്സ്മാക്കോ റെയിലുണ്ട്, അതോടൊപ്പം തന്നെ RK ഫോർജിങ്സ് ഉണ്ട്. ഹിൻഡാൽകോ റെയിൽവേ എൻട്രി നടത്തിയിട്ടുള്ളൊരു കമ്പനിയാണ്. അവരുടെ വാഗൺ മാനുഫാക്ചറിങ് ന്യൂസൊക്കെ എപ്പോൾ വേണമെങ്കിൽ പുറത്തു വന്നേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് ആ സ്റ്റോക്കുകൾ, ആ സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കുകളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും. ഒപ്പം ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിരുന്ന ബഡ്ജറ്റിൽ സ്കിൽ ഡെവലപ്മെൻറ്റാണ്. നമ്മൾ അന്ന് തൊട്ട് തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് NIT ലിമിറ്റഡ്, NIT ലേണിംഗ് സൊല്യൂഷൻസ് ലിമിറ്റഡ്, അതുപോലെ തന്നെ ടീംസ് ലീസ് ലിമിറ്റഡ്, ക്വസ്റ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഈ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. വീണ്ടും മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. ഒപ്പം ക്വസ്റ്റ് കോർപ്പറേഷൻ ഒരു ഡീമർജർ കാൻഡിഡേറ്റും കൂടിയാണ്. 100 ഷെയർ ഉണ്ടെങ്കിൽ 300 ഷെയർ ആയിട്ട് മാറും. മറ്റ് 2 കമ്പനികളും കൂടി ഈ ക്വസ്റ്റ് കോർപ്പറേഷനിൽ നിന്ന് ഡീമർജ് ചെയ്ത് വരികയാണ്. നല്ല രീതിയിൽ റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിനും കിട്ടാൻ ചാൻസ് ഉള്ള ഒരു മൂവാണ് ഈ കമ്പനി നടത്തിയിട്ടുള്ളത്. ഒപ്പം നമ്മൾ ജിയോ ഫിനാൻഷ്യൽ സർവീസസും സൊമാറ്റോ ഒക്കെ അടുത്ത F&O റീസ്ട്രക്ചറിങ്ങിൽ F&O സെഗ്മെൻറ്റിലേക്ക് NSEയിൽ എൻട്രി ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അങ്ങനെ ഒരു എൻട്രി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സൊമാറ്റോയിലൊക്കെ നമ്മുടെ ടാർഗറ്റൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളൊക്കെ വളരെ മുമ്പ് തന്നെ ഹിറ്റ് ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസും നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസസ് ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. F&O എൻട്രി തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ ബിൽഡപ്പിനും അതുപോലെ തന്നെ ഓവറോൾ ആക്ടിവിറ്റി കൂട്ടാനുള്ള ഒരു ടൂളായിട്ട് മാറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്.
ഇതൊക്കെയാണ് മാർക്കറ്റിൽ ഉള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ്. ഒപ്പം ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് നോക്കുകയാണെങ്കിലും പോസിറ്റീവ് ഡേയ്സ് ആണ് ഹെഡ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. പ്രത്യേകിച്ച് ഓർക്കിഡ് കെമിക്കൽസ്, നമ്മുടെ റെക്കമെൻഡഡ് സ്റ്റോക്കാണ് ഓർക്കിഡ് കെമിക്കൽസ്. അതുപോലെ തന്നെ സൺ ഫാർമ, അറബിന്ദോ ഫാർമ, സൈഡസ് ലൈഫ് സയൻസസ്, സിപ്ല, ലുപ്പിൻ ഫാർമ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ചും നല്ല പ്രോമിസിങ് ഡേയ്സ് ആണ് നമുക്ക് മുന്നിലുള്ളത്. ഒരു ഡിസപ്പോയിൻറ്റിംഗ് ന്യൂസ് വരുന്ന അഡാനി എൻ്റർപ്രൈസസിന് ആണ്. അഡാനി ഗ്രൂപ്പിൻ്റെ ധാരാവി പ്രൊജക്റ്റ് വളരെ സ്ലോ മൂവിങ് ആണ്. അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് അക്വിസിഷനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അത് പൊളിറ്റിക്കൽ പാർട്ടീസ് വലിയ രീതിയിൽ, അതായത് ഒപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ വലിയ രീതിയിൽ അഡാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ ബാധിക്കാനുള്ള ചാൻസസ് കുറവാണ്. എന്നിരുന്നാലും ഒരു അപ്പോർഡ് മൊമെൻറ്റത്തിലുള്ളൊരു റോഡ് ബ്ലോക്ക് ആയിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി. ഇനി ഈ ആഴ്ച ധാരാളം പുതിയ IPOs വരുന്നുണ്ട്. 3 മെയിൻ ബോർഡ് IPOയും 6 SME IPOs ആണ് ഈ ആഴ്ച വരുന്നത്. ഒപ്പം നാളെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് 2 മെയിൻ ബോർഡ് IPOs ഉണ്ട്. ഓർക്കിഡ് ടെക്നോളജീസ്, ഓറിയൻ ടെക്നോളജീസ്, അതുപോലെ തന്നെ ഇൻഡറാർക്ക് ബിൽഡിംഗ് പ്രൊഡക്ട്സ് ലിമിറ്റഡ്. ഈ 2 സ്റ്റോക്കുകൾ മെയിൻ ബോർഡിൽ ഒരു 30-40% ലിസ്റ്റിംഗ് ഗെയിനോട് കൂടി ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഒപ്പം NSEയിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഫോർകാസ്റ്റ് സ്റ്റുഡിയോ 100% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസ് ഉള്ളൊരു കമ്പനിയാണ്. 80 രൂപയ്ക്കാണ് ഇഷ്യൂ പ്രൈസ്. മിക്കവാറും അത് ഒരു 180-200 റുപ്പീസിലേക്ക് ലിസ്റ്റിങ്ങിന് ശേഷം 2-3 ദിവസത്തിലേക്ക് ഉയരാനുള്ള ചാൻസാണ്. അതുപോലെ തന്നെ ബ്രേസ് പോർട്ട് ലോജിസ്റ്റിക്സ് നമ്മൾ റെക്കമെൻഡ് ചെയ്തൊരു സ്റ്റോക്ക് തന്നെയാണ്. 80 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. അതും ഓൾമോസ്റ്റ് 200 ലെവലിലേക്ക് ലിസ്റ്റിങ്ങിന് ശേഷം ഉയരാനുള്ള ചാൻസാണ് കാണുന്നത്. മറ്റൊരു സ്റ്റോക്ക് QVC എക്സ്പോർട്സ് ആണ്. 86 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ്. ഈ സ്റ്റോക്കും 100% റിട്ടേൺ ലിസ്റ്റിംഗ് കഴിഞ്ഞോടുകൂടി കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച ആരംഭിക്കുന്ന 3 IPOs മെയിൻ ബോർഡിലുണ്ട്. ഒന്ന് പ്രീമിയർ എനർജീസ് ലിമിറ്റഡ് ആണ്. സോളാർ രംഗത്തുള്ളൊരു കമ്പനിയാണ്. IPO പ്രൈസ് വരുന്നത് 450 രൂപയാണ്. നല്ലൊരു ഇഷ്യൂ ആണ്. അപ്ലൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ലിസ്റ്റിംഗ് കഴിയും കിട്ടാൻ ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ രാകേഷ് ജുംബാല ബാക്ക്ഡ് കമ്പനിയുണ്ട്. ബസാർ സ്റ്റൈൽ റീറ്റെയിൽ ആണ്. അത് ഓഗസ്റ്റ് 30 ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈക്കോസ് ഇന്ത്യ മൊബിലിറ്റി ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഉണ്ട്. ഓഗസ്റ്റ് 28 ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് NSEയിൽ 6 SME IPO വരുന്നുണ്ട്. അതിൽ 2 IPO ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒന്ന് ഇന്ത്യ ഫോസ്ഫേറ്റ്സ് ലിമിറ്റഡ് ആണ്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. 99 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. 1200 മാർക്കറ്റിലോട്ട്. ഈ SME IPO ലിസ്റ്റിംഗ് 100% കിട്ടാൻ ചാൻസസ് ഉള്ളൊരു SME IPO ആണ്. ലീനിയർ ആൽക്കിൽ ബെൻസിൻ സൾഫോണിക് ആസിഡ് എന്ന് പറയുന്ന ലാംസ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ്, കെമിക്കൽ പ്രൊഡക്റ്റാണ് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ്. ഇത് യൂസ് ചെയ്യുന്നത് വാഷിംഗ് മെഷീൻ, വാഷിംഗ് പൗഡർ, അതുപോലെ തന്നെ വാഷിംഗ് സോപ്പുകൾ, ടോയ്ലറ്ററീസ്, അതുപോലെ തന്നെ ലിക്വിഡ് ഡിറ്റർജൻറ്റിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇവർ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്, അതുപോലെ ഗ്രാനൂൾ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്, ഈ 2 പ്രോഡക്റ്റുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വിവിധ ഏജൻസികൾക്കും കമ്പനികൾക്കൊക്കെയാണ് കൊടുക്കുന്നത്. വളരെ നല്ലൊരു IPO ആണ്. അപ്പോൾ NSE SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യ ഫോസ്ഫേറ്റ്സ് ലിമിറ്റഡിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു IPO ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് JB ലാമിനേഷൻസ് ലിമിറ്റഡ് ആണ്. സ്റ്റീൽ ലാമിനേഷനാണ്. ഇത് പവർ സെക്ടർ രംഗത്തേക്ക് ലാമിനേഷൻസും കോഴ്സും ഒക്കെ സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണ്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. 1988 ഫോം ചെയ്തൊരു കമ്പനിയാണ്. ഈ പ്രോഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാക്കാനും ട്രാൻസ്ഫോർമറുകളിലും അതുപോലെ തന്നെ UPS ഇൻവെർട്ടേഴ്സ് മറ്റ് റിലേറ്റഡ് പവർ പ്രോഡക്റ്റുകളിലൊക്കെയാണ്. ഓൾറെഡി എല്ലാ ട്രാൻസ്ഫോർമേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനികളിൽ ഈ കമ്പനികളുടെ കസ്റ്റമേഴ്സാണ്. 11 kV മുതൽ 220 kV വരെയുള്ള ട്രാൻസ്ഫോർമറുകളിലാണ് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു IPO ആണ്. 146 അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 1000 ഇതിൻ്റെ മാർക്കറ്റിലോട്ട് വരുന്നത്. ഈ ഇഷ്യൂ 2 IPO ഇന്ത്യ ഫോസ്ഫേറ്റ്സ് ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നത് നാളെയാണ്. അതുപോലെ തന്നെ JB ലാമിനേഷൻസ് ലിമിറ്റഡ് ഓപ്പൺ ചെയ്ത് മറ്റന്നാൾ 27 തീയതിയാണ്. 2 IPOയും എൻഡ് ചെയ്യുന്നത് 29 തീയതിയാണ്. ഈ 2 IPOയിലും അപ്ലൈ ചെയ്യാം. കിട്ടുകയാണെങ്കിൽ 100% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസസ് ഉള്ള കമ്പനികളാണ്.
ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. നമുക്ക് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നെഗറ്റീവ് ന്യൂസ് ഫ്ലോ ഒരു പക്ഷേ മേജറായിട്ട് വൊളാറ്റിലിറ്റി കാണിക്കാൻ സാധ്യതയുള്ളത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെയാണ്. അത് പക്ഷേ നമുക്ക് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ഒന്നും അല്ല. കാരണം രണ്ട് രാജ്യങ്ങളിലെ ലീഡേഴ്സ് സംബന്ധിച്ചുള്ള ഇഷ്യൂസാണ്. നമുക്കതിൽ ഒരു പ്ലേസും ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പ്രതികരിക്കുക എന്നല്ലാതെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഇഷ്യൂ ആലോചിച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് നല്ല ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ, ബഡ്ജറ്റിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടിയിട്ടുള്ള സെക്ടറിലെ കമ്പനികൾ, അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ട്രാവൽ റിലേറ്റഡ് കമ്പനികൾ, അതുപോലെ തന്നെ സൊമാറ്റോ പോലുള്ള കമ്പനികൾ, ഇത്തരത്തിലുള്ള കമ്പനികളിലുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഡിസിഷൻ എടുത്തിരിക്കുക. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിഫ്റ്റിയും സെൻസെക്സും വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ബ്രേക്ക് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ GDP ഗ്രോത്ത് നമ്മൾ പ്രതീക്ഷയെക്കാളും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഡാറ്റയാണ് പുറത്ത് വിടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വീണ്ടും മാർക്കറ്റിലൊക്കെ കണ്ടേക്കാം. അപ്പോൾ വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്തിരിക്കുക. മാർക്കറ്റ് നല്ല ഡേയ്സാണ് നമുക്ക് മുന്നിലുള്ളത്. നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകളും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സൊക്കെ വലിയ രീതിയിലാണ് ബൈ ചെയ്യുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും വീണ്ടും ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഓവറോൾ വരുന്ന ന്യൂസുകൾ പോസിറ്റീവാണ്. US ഫെഡറൽ റിസർവ് അടുത്ത മാസം 17-18 തീയതികളിൽ മീറ്റിങ്ങിൽ റേറ്റ് കട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ധാരാളം ഇൻഫ്ലോസ് അമേരിക്കയിൽ നിന്ന് ഔട്ട്ഫ്ലോസ് വരും. ധാരാളം ഇൻഫ്ലോസ് ഇന്ത്യ അടക്കമുള്ള എമർജിങ് മാർക്കറ്റുകളിലേക്കും ഗോൾഡിലേക്കുള്ള വരാനുള്ള ചാൻസൊക്കെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവായിരിക്കുക. ഗോൾഡിലും അതുപോലെ തന്നെ കോപ്പറിലും ഒപ്പം സ്റ്റോക്കുകളിലും പോസിറ്റീവായിട്ടുള്ളൊരു വ്യൂ വെച്ച് പുലർത്തുക. അതോടൊപ്പം തന്നെ ഞാൻ മുൻ പോഡ്കാസ്റ്റുകളിൽ പറഞ്ഞ പോലെ ഹയർ ലെവലിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള പൊസിഷൻസിലൊക്കെ കുറേ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നൊരു ഡിസിഷനും നിങ്ങൾക്ക് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.